നമസ്കാരം. ദേവസൈനിയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ മറ്റൊരു പങ്ക്തിയിലേക്കും സ്വാഗതം. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഓച്ചിറയ്ക്കടുത്ത് ചങ്ങംകുളങ്ങരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ശിവക്ഷേത്രമാണ് ചങ്ങംകുളങ്ങര മഹാദേവ ക്ഷേത്രം. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന ഐതിഹ്യമുള്ള ഈ ക്ഷേത്രം 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു. ഏകദേശം 1100 വർഷങ്ങളുടെ പഴക്കം ഈ ക്ഷേത്രത്തിന് ഉണ്ട്. കായംകുളം രാജാവിന്റെ കാലത്ത് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് പുതുപ്പള്ളി ചങ്ങൻകുളങ്ങര എന്നാണ്. അതിനാലാവാം 108 ശിവാലയ സ്തോത്രത്തിൽ പുതുപ്പള്ളി എന്ന് പരാമർശിച്ചിരിക്കുന്നത്. പഴയകാലത്ത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയിരുന്ന പലരും ചങ്ങൻകുളങ്ങരയിൽ വന്ന് ദർശനം നടത്തിയേ പോകുമായിരുന്നുള്ളൂ. പണ്ട് ക്ഷേത്ര ഊരാൺമാവകാശം തെങ്ങനത്ത് മഠത്തിനായിരുന്നു. 1971 NSSന് ക്ഷേത്രഭരണം കൈമാറിയതായി രേഖകൾ ഉണ്ട്. അതിനു മുൻപ് ഉണ്ടായിരുന്ന ഊരാൺമ ദേവസ്വം അതോടെ ഇല്ലാതാവുകയും ക്ഷേത്ര ഭൂസ്വത്തുകൾ പലതും അന്യാധീനപ്പെടുകയും ചെയ്തു. ദേശീയപാത 66 കിഴക്കുവശത്തായി 100 മീറ്റർ മാറി ചങ്ങൻകുളങ്ങര ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിൽ നിന്നും വളരെ അകന്ന് ഗ്രാമത്തിന്റെ പ്രശാന്തി നിറഞ്ഞാടുന്ന അന്തരീക്ഷം ക്ഷേത്രത്തിനെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നുണ്ട്. വളരെ വിശാലമായ ക്ഷേത്ര മതിലകമാണ് ഇവിടുത്തേത്. ക്ഷേത്രത്തിൽ വടക്ക് കിഴക്ക് വശത്തായി വളരെ വിശാലമായ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു. ചതുരാകൃതിയിൽ നിർമ്മിച്ചതാണ് ഇവിടുത്തെ ശ്രീകോവിൽ. നിരവധി ദാരുശില്പങ്ങൾ ഇവിടുത്തെ ശ്രീകോവിലിൽ ഉണ്ട്. ഇവിടുത്തെ ശ്രീകോവിലിന്റെ പഴക്കം തിട്ടപ്പെടുത്തിയിട്ടില്ല. കിഴക്കോട്ട് ദർശനമായി ശാന്തഭാവത്തിൽ കുടികൊള്ളുന്ന ശിവനായാണ് പ്രതിഷ്ഠയുടെ സങ്കല്പം. പാർവതി ദേവി ഭഗവാനോടൊപ്പം നിത്യസാന്നിധ്യം ചെയ്യുന്നു എന്നാണ് സങ്കല്പം. നാലമ്പലത്തിന് പുറത്ത് വലിയ ബലിക്കല്ലിന് പടിഞ്ഞാറ് വശത്തായി നന്ദികേശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സാധാരണ ക്ഷേത്രത്തിൽ കാണാത്ത ഒറ്റക്കൊമ്പന്റെ ക്ഷേത്രവും പ്രതിഷ്ഠയും ഇവിടെ മറ്റൊരു പ്രത്യേകതയാണ്. മഹാദേവ ക്ഷേത്രത്തിലെ നാലമ്പലത്തിനുള്ളിൽ കിഴക്കേ സോപാനത്തിന് കിഴക്കുവശത്തായി നമസ്കാര മണ്ഡപം നിലകൊള്ളുന്നു. ചതുരാകൃതിയിൽ പണിതീർത്തിരിക്കുന്ന നമസ്കാര മണ്ഡപം തനത് കേരള ദ്രാവിഡ ശൈലിക്ക് ഉത്തമ ഉദാഹരണമാണ്. അടിത്തറയും തൂണുകളും കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന മണ്ഡപത്തിന്റെ മുകൾ ഭാഗം ഓട് മേഞ്ഞിട്ടുണ്ട്. നാലമ്പലവും അതിനു പുറത്തായി വിളക്കുമാടവും ചങ്ങൻകുളങ്ങര ക്ഷേത്രത്തെ മഹാക്ഷേത്രമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. വിളക്കുമാടം അടുത്തിടെ പുതുക്കി പണിതീർത്തതാണ്. കൊല്ലവർഷം 65-ാം ആണ്ടിൽ ഇവിടെ ധ്വജസ്തംഭം പണിതീർത്തതായി കൊടിമരത്തിന്റെ അടിത്തറയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ശ്രീ മഹാദേവനോടൊപ്പം തുല്യസ്ഥാനം ധർമ്മശാസ്താവിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ധർമ്മശാസ്താവിനെ കൂടാതെ ഗണപതി, ഭുവനേശ്വരി, ഇണ്ടിളയപ്പൻ, ധർമ്മദേവങ്ങൾ, ഒറ്റക്കൊമ്പൻ, രക്ഷസ് എന്നിവരുടെ പ്രതിഷ്ഠകളും ക്ഷേത്ര സമുച്ചയത്തിലുണ്ട്. മറ്റെങ്ങും കാണാൻ കഴിയാത്ത ഒരു ഒറ്റക്കൊമ്പന്റെ പ്രതിഷ്ഠ ചങ്ങൻകുളങ്ങരയിലുണ്ട്. പണ്ട് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു ആനയെ ഇവിടെ ഉപദേവനാക്കിയതും ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. പ്രധാന ഉത്സവം മകരമാസത്തിലാണ് നടക്കുന്നത്. അതുകൂടാതെ കുംഭമാസത്തിലെ ശിവരാത്രിയും വൃശ്ചികം ധനുമാസങ്ങളിലെ മണ്ഡലപൂജയും ഇവിടെ ആഘോഷമായി കൊണ്ടാടുന്നു. മകരമാസത്തിലെ ഉത്രട്ടാതി, കൊടിയേറി, തിരുവാതിര, ആറാട്ട് വരത്തക്ക വിധം 8 ദിവസങ്ങളിലെ ഉത്സവമാണ് ആട്ടവിശേഷമായി ഇവിടെ പടിത്തരമാക്കിയിരിക്കുന്നത്. കരുനാഗപ്പള്ളിക്കും ഓച്ചിറയ്ക്കും ഇടയ്ക്ക് ദേശീയപാത 66 ചങ്ങംകുളങ്ങര ജംഗ്ഷന് അല്പം കിഴക്കുമാറി ചങ്ങംകുളങ്ങര വള്ളിക്കുന്നം റോഡിന് അഭിമുഖമായി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും അടുത്ത പട്ടണം ഓച്ചിറയാണ്.